ആശയം മാത്രം കയറിയിരിക്കുന്നത്. ഇന്നും ഈ 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജൂതവിരോധം കാരണം എത്രയോ ആളുകൾ ജൂതന്മാരോട് അങ്ങേയറ്റം വെറുപ്പുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ശേഷം സമാധാനപൂർണ്ണമായിട്ടല്ലേ അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അവിടെ പക്ഷേ പ്രശ്നം ഉണ്ടാക്കേണ്ടത് ഹമാസിന്റെ ആവശ്യമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഹമാസിന്റെ നേതാക്കന്മാര് എത്രമാത്രം സമ്പന്നരാണെന്നും അവരുടെ സാമ്പത്തികമായ ആസ്തി എത്രയാണെന്നും നിങ്ങൾക്കറിയാം. അതായത് ഈ ഹമാസ് നേതാക്കളിൽ ഏതാണ്ട് ആദ്യത്തെ 10 ആളുകൾ ബില്യണയേഴ്സ് ആണ്. എന്ത് തൊഴിൽ ചെയ്തിട്ടാണ് ഇവർ ഇത്രയും പണമുണ്ടാക്കിയത്? ഇവർക്ക് എന്താണ് ജോലി? ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. ഈ പലസ്തീനെ നവീകരിക്കുന്നതിനു വേണ്ടി, പലസ്തീൻ ജനതയുടെ പട്ടിണി മാറ്റുന്നതിനു വേണ്ടി, പലസ്തീൻ ജനതയ്ക്ക് വീട് വേണം, ഭക്ഷണം വേണം, വെള്ളം വേണം, വസ്ത്രം വേണം, വിദ്യാഭ്യാസം വേണം, തൊഴിൽ വേണം, സൗകര്യങ്ങൾ വേണം. അതിനുവേണ്ടി നാട്ടുകാര്, മറ്റുള്ള അറേബ്യൻ കൺട്രീസ്, രാജ്യങ്ങൾ അവര് നൽകുന്ന പണം ഉപയോഗപ്പെടുത്തി ഇവര് പണമുണ്ടാക്കി. അതാണ് സത്യം. നേതാക്കന്മാർ അത് വച്ച് അഹങ്കരിച്ച് ജീവിച്ചു. അറിയുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇവർ ഈ ഹമാസിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നതെന്നും എന്തിനാണ് ഇവർ ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നതെന്നും എന്തിനാണ് ഈ യുദ്ധത്തിന് വേണ്ട ഇനിഷ്യേറ്റീവുകൾ ഇവർ എടുക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഹമാസിൽ 1700 മില്യണേഴ്സ് ഉണ്ടെന്നാണ് കണക്ക്. 1700 മില്യണേഴ്സ്. അതിൽ ഓരോ ലീഡേഴ്സും നമുക്ക് നേതൃത്വ നിരയിൽ. ഞാൻ ആദ്യം പറഞ്ഞത് ബില്യണയേഴ്സിന്റെ കാര്യമാണ്. ഈ പറയുന്ന 1400 പേര് മില്യണയേഴ്സ് ആണ്. നോക്കണം ഇവർക്ക് എവിടെ നിന്നാണ് ഈ പണം. പാവങ്ങൾക്ക് കൊടുക്കുന്ന പണത്തിൽ കൈയിട്ടു വാരി ആർമാദിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ഡെക്കറേഷൻസ് വേണ്ട കള്ളന്മാർ. ആദ്യത്തെ ഇസ്മയിൽ ഹനിയ 4 ബില്യൺ ആണ് അയാളുടെ ആസ്തി. എങ്ങനെയുണ്ട്? മില്യൺ അല്ല, ബില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണെന്ന് ഓർക്കണം. ഇസ്മയിൽ ഹനിയയുടെ ആസ്തി 4 ബില്യൺ, 4 ബില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു. അയാളുടെ മകൻ മാസ് ഹനിയ, ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഇൻ ഗാസ. ഖത്തറിലും ടർക്കിയിലും ഒക്കെ ആയിട്ടാണ് അയാളുടെ. യാഹ്യ സിൻവർ 3 ബില്യൺ, 3 ബില്യൺ ആണ് അയാളുടെ ആസ്തി. ഇവരൊക്കെ എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്? സീസണുകളിലായി മനുഷ്യന്മാരെ കൊന്ന് സ്വന്തം രാജ്യത്തെ ആളുകളെ തന്നെ, സ്ത്രീകളെയും കുട്ടികളെയും പരിചകളാക്കി കൊന്നൊടുക്കി അവരുടെ മയ്യത്തുകൾ കാണിച്ച് അവരുടെ ദീനരോധനങ്ങൾ ഒപ്പിയെടുത്ത് അറേബ്യൻ കൺട്രികളിൽ കൊണ്ടുപോയി വിറ്റ് അവിടെ നിന്ന് കിട്ടുന്ന പണത്തിൽ ആർമാദിച്ച് ജീവിക്കുന്ന വിഭാഗം. ഭാര്യയ്ക്ക് 24 ലക്ഷത്തിന്റെ ബാഗ് വേണ്ടേ? ഭാര്യയുടെ ബാഗിന്റെ കാര്യമൊക്കെ നിങ്ങൾ ഒരുപക്ഷെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഒക്ടോബർ 7 കൂട്ടക്കുരുതിക്ക് മുമ്പായിട്ട് സേഫ് ആയിട്ടുള്ള ഹൈഡ് ഔട്ടിലേക്ക് മൂവ് ചെയ്യുന്ന തുരങ്കത്തിലൂടെ നടന്നു വരുന്ന ഒരു വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കയ്യിൽ, അബൂ സമർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്ന ബിർക്കിൻ ബാഗാണ്. ആ ബിർക്കിൻ ബാഗിന്റെ വില എന്ന് പറയുന്നത് 32,000, 32,000 അമേരിക്കൻ ഡോളറാണ്. അതായത് ഏകദേശം ഇന്ത്യൻ രൂപ 27 ലക്ഷം രൂപയുടെ ബാഗാണ് ഈ യാഹ്യ സിൻവറിന്റെ ഭാര്യ. അതും അവർ എന്തിനാണ് ഈ ഹൈഡ് ഔട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ കാണാതെ ഒളിച്ചും പാത്തും ജീവിക്കുന്ന? തണലുകളിനകത്ത് ജീവനും കൊണ്ട് നെട്ടോട്ടമോടുമ്പോൾ ഉപയോഗിക്കുന്ന ബാഗാണിത്. അവരെന്തിനാണ് ഈ 27 ലക്ഷം രൂപയുടെ ബാഗ് കൊണ്ട് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം അവരിപ്പോ 250 രൂപയുടെ ബാഗുമായിട്ട് നടന്നാലും ആരും കാണാതെ ഒളിച്ചും പാത്തും ജീവിക്കുക. ഇനിയും മറ്റൊരു നേതാവ് ഖാലിദ് മഷാൽ 2.6 ബില്യൺ ആണ് അയാളുടെ ആസ്തി. ഖത്തറിലും ഈജിപ്തിലുള്ള ബാങ്കുകളിൽ ഇയാളാണ് മലപ്പുറത്ത് വരാൻ വേണ്ടി കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ മലപ്പുറത്തിന്റെ മക്കൾ ശ്രമിച്ചതും അയാൾക്ക് ട്രാവൽ ബാൻ നരേന്ദ്രമോദി വാങ്ങിക്കൊടുത്തതും പിന്നീട് വിർച്വൽ മീറ്റിംഗിന് ഇയാൾക്കൊരു അവസരം ഒരുക്കുന്നതും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കെതിരെ ബുൾഡോസർ കയറ്റണം എന്ന് നിരന്തരം പ്രസംഗിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഖാലിദ് മിഷേൽ. അത് മാത്രമല്ല, അയാള് ഏതാണ്ട് 12 മില്യൺ ഡോളർ സിറിയയിൽ നിന്നും ടർക്കിയിലേക്ക് സ്മഗിൾ ചെയ്തതിന്റെ ഇൻഫർമേഷൻ ഈ അടുത്ത നാളിലാണ് പുറത്തു വന്നത്. ഇതാണ് ഹമാസിന്റെ ടോപ്പ് ലീഡേഴ്സിന്റെ, മില്യൺ അല്ല എല്ലാവരുടെയും ആസ്തി ബില്യൺ ആണ്. അതോടൊപ്പം തന്നെയാണ് ഏതാണ്ട് 1700ഓളം നേതൃത്വ നിരയിൽ മില്യണേഴ്സ് ഹമാസിനുള്ളത്. ഇനിയും പാലസ്തീൻ അതോറിറ്റിയുടെ വെസ്റ്റ് ബാങ്ക് നിയന്ത്രണത്തിലുള്ള നമുക്കറിയാം മെഹ്മൂദ് അബ്ബാസ് ആണ് അവരുടെ ഏറ്റവും ഉന്നതനായ നേതാവ് അല്ലെ. അദ്ദേഹത്തിന്റെ 2 മക്കളും
ഒരു ബിസിനസ് എംപയർ ആണ് അവർക്ക് അവിടെയുള്ള. ഈ ഫാൽക്കൺ എന്ന പേരിലുള്ള കമ്പനി ഈ മെഹബൂബ് അബ്ബാസിന്റെയും അദ്ദേഹത്തിന്റെ 2 മക്കളുടെയാണ്. അത് എത്ര കമ്പനികളുണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ചെറുതായിട്ട് ഒന്ന് ചുരുക്കി പറയാം. ഫാൽക്കൺ ടൊബാക്കോ ആൻഡ് സിഗാർ കമ്പനി, രണ്ടാമത്തേത് ഫാൽക്കൺ ഇലക്ട്രിസിറ്റി ആൻഡ് മെക്കാനിക്കൽ കോൺട്രാക്ട് കമ്പനി, പിന്നെ ഫാൽക്കൺ ഇന്റർനാഷണൽ മീഡിയ കമ്പനി, പിന്നെ ഫാൽക്കൺ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി. ഈ ഫാൽക്കൺ ജനറൽ ഇൻവെസ്റ്റ് കമ്പനിയുടെ മാത്രം കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60 മില്യൺ ആയിരുന്നു. ഇനിയും അൽ മാഷ്റഖ് ഇൻഷുറൻസ് കമ്പനി, ഈ അൽ മാഷ്റഖ് ഇൻഷുറൻസ് കമ്പനിക്ക് 11 ബ്രാഞ്ചുകൾ ഉണ്ട്, 35 മില്യൺ ആണ് അതിന്റെ ആസ്തി എന്ന് പറയുന്നത്. പിന്നെ അൽ ഖായാർ അൽ അവാൽ കമ്പനി ഫോർ പ്രൊജക്ട്സ് ആൻഡ് ഡെവലപ്മെന്റ്. ഇങ്ങനെ 100 കണക്കിന് കമ്പനികളാണ്. കാനഡയിൽ പോലും അയാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പത്തേ പാർട്ടിയുടെ തന്നെ മറ്റൊരു നേതാവ്. അതുകൊണ്ടായിരിക്കും കാനഡ അമ്മായിക്ക് ഇയാളോട് വല്ലാത്ത ഒരു പ്രേമം തോന്നിയതും അങ്ങനെ ഹമാസിനെ പോരാളികളാക്കി വെച്ച് വാഴിക്കാൻ തോന്നിയതും അതുകൊണ്ടായിരിക്കും. മുഹമ്മദ് ദഹ്ലാൻ 120 മില്യൺ ആണ് മുഹമ്മദ് ദഹ്ലാന്റെ. അതെ, ഈ പറഞ്ഞ എല്ലാ കമ്പനികളുടെയും ബേസ് ദുബൈ ആണ്. താങ്ക് യു രുദ്ര എന്ന് പറയുന്നത്. അതിൽ തന്നെ അയാൾ ഈ കഴിഞ്ഞ അടുത്ത നാളിലാണ് ദുബൈയിൽ 1 മില്യന്റെ ഒരു ടവർ വാങ്ങിയിരിക്കുന്നത്. ഇനിയും പഴയൊരു നേതാവ് ഉണ്ടായിരുന്നല്ലോ, യാസർ അറാഫത്ത്, പാലസ്തീൻ ലിബറേഷൻ മൂവ്മെന്റിന്റെ ഒക്കെ പഴയ നേതാവായിരുന്നു. അയാളുടെ ആസ്തിയെ കുറിച്ചുമല്ല. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ കണ്ണിലുണ്ണിയായ യാസർ അറഫാത്ത്, പലസ്തീന്റെ വിമോചക നേതാവ്. ഐഡിയ ഉണ്ടോ? 6.5 ബില്യൺ, മില്യൺ അല്ല എഗെയിൻ, അതായത് 600 കോടിയിലധികം അമേരിക്കൻ ഡോളർ ആയിരുന്നു അയാളുടെ ആസ്തി എന്ന് പറയുന്നത്. അതിലേറെ ഉണ്ട്. എന്നിട്ട് അയാളുടെ മക്കളുടെ സമ്പത്ത്, കരകാണാത്ത സമ്പത്ത്, അവർക്ക് പോലും അറിയത്തില്ല എവിടെയൊക്കെയാണ് എത്രയൊക്കെയാണ് സമ്പത്തുകൾ വാരി കൂട്ടിയിരിക്കുന്നത് എന്ന്. ഇവരൊക്കെ പ്രവാചകന്റെ മൃദുവായ റൊട്ടിക്കഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത ദരിദ്ര ജീവിതത്തെ കുറിച്ച് വാതോരാതെ പ്രസംഗിക്കാൻ കഴിവും മികവും ഉള്ളവരല്ലേ. ഇപ്പോൾ അയാളുടെ മകൾക്കും അയാളുടെ ഭാര്യയ്ക്കും, ഈവണ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് 1.3 ബില്യൺ ആണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടന്റ് കണ്ടെത്തിയത്. സ്വിറ്റ്സർലാൻഡിലും കരീബിയനിലും ഈജിപ്തിലുമായിട്ടുള്ള ഹിഡൻ അക്കൗണ്ട് തന്നെ 1.3 ബില്യൺ ആയിരുന്നു. നമുക്ക് എത്ര പേർക്കറിയാം ഈ പറയുന്ന യാസർ അറാഫത്തിന് അമേരിക്കൻ കമ്പനിയായ കൊക്കക്കോളയിൽ പോലും ഇൻവെസ്റ്റ്മെന്റ് വൈരുദ്ധ്യം ഒന്ന് തോന്നുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ നമുക്കറിയാം സാഹ, പാരീസിലാണ്. മാത്യു വരെ ഹമാസ് ശവന്തീനികളു മാത്രമല്ല ശവഭോഗികളും ഇവരാണ്. തന്നെയുമല്ല, ജീവിച്ചിരിക്കുന്ന മക്കളെ കയ്യിൽ വെച്ചിട്ട് മരിച്ചു എന്ന രൂപത്തിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിവര് കരയുന്ന വീഡിയോകൾ നോക്കിയപ്പോൾ ആ കുഞ്ഞുങ്ങൾ കയ്യും കാലും ഒക്കെ അനക്കുന്നുണ്ട് അതിനകത്ത്. എങ്ങനെ സാധിക്കുന്നു ഇവർക്കിതൊക്കെ? ഏതെങ്കിലും മനുഷ്യരായിട്ടുള്ളവർക്ക് സ്വന്തം ജീവനോടെ ഇരിക്കുന്ന മക്കൾ മരിച്ചു എന്ന് പറഞ്ഞ് അഭിനയിച്ച് കരയാൻ, ഒരു നാടകം കളിക്കാൻ സാധിക്കുമോ? ഇവരെന്തൊരു മനുഷ്യരാണിവരെ? ഇവരെയൊക്കെ മനുഷ്യരുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ?